ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഒരു വീഡിയോ എടുത്ത് സ്വാഗതം. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് കമൻറ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്തത് ട്യൂബ് ലൈറ്റ് കത്തിച്ചിട്ട്, അതായത് ട്യൂബ് ലൈറ്റ് കത്തിച്ചിട്ട് കാണിച്ചതാ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ കുണ്ടും കുഴിയും, അതായത് ഈ കുഴുവൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് ഒരുപാട് പേര് എന്നെ കമൻറ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഞാൻ അതിനുവേണ്ടി ട്യൂബ് ലൈറ്റ് കത്തിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ട്യൂബ് ലൈറ്റ് കത്തിച്ച് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഏതൊരു വീട് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോഴും നമ്മൾ തേക്കേണ്ട രീതിക്ക് തേച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഒരു കുണ്ടും കുഴി വരില്ല. അപ്പോൾ അത് ഞാൻ ഇന്ന് തെളിവ് സഹിതം, അതായത് ഒരുപാട് പേര് എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചു, അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ തെളിവ് സഹിതം കാണിക്കുകയാണ്. ഇപ്പോൾ ഇത് നമ്മൾ ഈ പ്ലാസ്റ്ററിങ് ചെയ്തതാണ്. ഇത് കിച്ചണാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇന്ന് ഇടുന്നതായിരിക്കും. ഇതിൻ്റെ ഭിത്തിയിൽ ഞാൻ ട്യൂബ് ലൈറ്റ് വെച്ചു. ഈ ട്യൂബ് ലൈറ്റ് വെക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഇതിൽ എന്തെങ്കിലും നമ്മളെ തേപ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്കിത് കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ധൈര്യമായിട്ട് അത് ഇതുപോലെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമ്പോൾ ഞാൻ അത് തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതാ നോക്കി, ഇപ്പോൾ ഇത് ഹോളാണ്. അപ്പോൾ ഹോളിലെ ചുവരാണ് നമ്മൾ തേച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹോളിൻ്റെ ഭിത്തി നമ്മൾ ലൈറ്റ് ഇങ്ങനെ വെക്കുകയാണ്. വെച്ചിട്ട് നമ്മൾ നോക്കി എന്തെങ്കിലും ആ ഒരു വ്യത്യാസം കാണിക്കുന്നുണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ തിരിച്ചും കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ അത്രയ്ക്കും നീറ്റായിട്ടാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. ഇത് നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല, കുറ്റം പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്ററിങ് ആകുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരും. അത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ കാണുമ്പോൾ അറിയാം. ഞാനിതിപ്പോൾ ലൈറ്റ് വെട്ടം അടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതാണല്ലോ, നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ എപ്പോഴും, അതായത് നമ്മൾ ഈ കരണ്ടി വെച്ച് നമ്മൾ ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. പക്ഷേ നമ്മൾ 2 ലെയർ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ഒരു വട്ടം നമ്മൾ ഇവിടെ നിന്ന് മേളിലോട്ടും പ്ലാസ്റ്റർ ചെയ്യണം, തേക്കണം. രണ്ടാമത് ഇതിന് ഓപ്പോസിറ്റായിട്ട്, അതായത് ഓപ്പോസിറ്റായിട്ട് ക്രോസിന് തേക്കണം. ഇങ്ങനെ ക്രോസിന് തേക്കുമ്പോൾ നമ്മൾ ആ കുണ്ടും കുഴിയും എന്ന് പറഞ്ഞാൽ അത് മാക്സിമം ഒഴിവാകും. ഇതിപ്പം ഇത്രയും ഹൈറ്റുള്ള ഒരു ഭിത്തിയാണ്. അപ്പോൾ ആ ഭിത്തി ട്യൂബ് ലൈറ്റ് കത്തിച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, അറിയാം. ചമ്മൂണ നോക്കാരിക്കോ. അതുപോലെ തന്നെ ഇവിടെ കുറേ ആൾക്കാർക്ക് സംശയമാണ് ഈ ട്യൂബ് ലൈറ്റ് കത്തിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് നമ്മൾ പ്ലാസ്റ്റർ ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു അവർക്കാണ്, കാരണം അവർ ചോദിക്കുമ്പോൾ നമ്മളത് കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ടല്ലോ. ഇത് അതേപോലെ തന്നെ ഇത് റൂമാണ് കേട്ടോ. അപ്പോൾ ഇത് അവിടെ ഈർപ്പം വരുന്നുണ്ട്. അത് വെളി സൈഡ് ഔട്ട് സൈഡ് പ്ലാസ്റ്റർ ചെയ്യാത്തതുകൊണ്ടാണ് ആ ഒരു ഈർപ്പം കാണിക്കുന്നത്. അത് ഔട്ട് സൈഡ് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ആ ഈർപ്പം അങ്ങ് മാറും. ഇതിപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ലൈറ്റ് അടിച്ചാണ് വെച്ചേക്കുന്നത്. ലൈറ്റ് അടിച്ച് വയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിൽ നമ്മൾ ആ പ്ലാസ്റ്ററിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇതിനപ്പുറം ഒരു തെളിവ് എനിക്ക് തരാനില്ല. അതുപോലെ തന്നെ ഇനി സീലിങ്ങും കൂടി നിങ്ങളെ ഞാൻ കാണിക്കുക. സീലിംഗ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ഒന്ന് ട്യൂബ് ലൈറ്റ് അടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു കമൻറ്റാണ്. കാരണം ഒരുപാട് ആൾക്കാർക്ക് സംശയം കാണും, നമ്മൾ ഈ സീലിങ്ങൊക്കെ ഇങ്ങനെ തേക്കുമ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് വരുമല്ലോ. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സീലിംഗ് ഇങ്ങനെ തേച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ തേപ്പ് ഇതിന് ഓപ്പോസിറ്റ് ക്രോസിന് തേക്കുമ്പോൾ ആ കറണ്ടിന്റെ പാടെല്ലാം മാക്സിമം അത് ഒഴിവാകും. ഇപ്പം നിങ്ങൾക്കത് കണ്ടപ്പോൾ കണ്ടോ. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മൾ എപ്പോഴും നല്ല രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ആ കമന്റ് അയച്ച അത് അവർ നല്ലൊരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ അവർക്ക് കൂടി ഇത് അറിയും. അത് കണ്ടോ, ഇതിപ്പോൾ ട്യൂബ് ലൈറ്റ് കത്തിച്ചാണ് വെച്ചേക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ അറിയാമല്ലോ നമ്മൾ എത്രത്തോളം നീറ്റായിട്ടാണ് പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന്. ഈ ഒരു ഇതോടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് പിന്നെ ആര് വർക്ക് ചെയ്താലും ചെറിയ മിസ്റ്റേക്ക് വരും. അത് ഞാൻ ചെയ്താലും മിസ്റ്റേക്കുകൾ വരും. അപ്പോൾ നമ്മളെ മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് നമ്മളത് തിരുത്തി ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മാക്സിമം അവിടെ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ അനുസരിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ
നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.